മസൂദ് ഉസ്താദിന്റെ മരണം ഇന്നും ഓരോരുത്തരും കണ്ണുനീരൊലിപ്പിക്കാൻ മുഅ്മിനീങ്ങൾ മുഴുവനും സമീപകാലത്ത് ഇങ്ങനെ ഒരു മരണത്തെ കേട്ടതായി നമ്മളെ ജീവിതത്തിൽ ഓർമ്മല്ല. ഇത്ര സെറ്റപ്പുള്ളൊരു മനുഷ്യൻ ആത്മീയത കുറവുണ്ടായിട്ടാ, എന്തെങ്കിലും രോഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടാണോ, ഒരു മിനിറ്റ് വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ ഓടി ദീനിയായ വിഷയത്തിന് വേണ്ടി മാത്രം രാവും പകലും ഈ 24 അവർ കറങ്ങുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് ഹാഫിള് മസ്ഊദ് സഖാഫി ഉസ്താദ്. നിങ്ങൾക്കറിയാലോ, ഇന്നും മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വേദന പോയിട്ടില്ല, നെട്ടൽ പോയിട്ടില്ല. പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ കണ്ണ് നനക്കാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ ദറജയ്ക്ക് വേണ്ടി ഓതാനും ചെയ്യാനും ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ഒരു പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഹദിയ എന്ന് പറഞ്ഞിട്ട്. അത് കുറെ കാലങ്ങൾക്ക് ഇങ്ങോട്ട് ഓരോ ഉസ്താദുമാരും മഹാന്മാരൊക്കെ വഫാത്തായി കേൾക്കുമ്പോൾ അവരെ പേരയിലിട്ട് ദഹ്ലീലല്ലി യാസീനോദി അതിലുള്ള ആളുകൾക്ക് കൂട്ടിയിട്ട് അങ്ങനെ ഒരു ദുആ അങ്ങനെ നടത്തി, അങ്ങനെ എല്ലാ പരിപാടിയിലും അങ്ങനെ കൂടുന്നതാണ്. അതിൽ നിന്ന് മസ്ഊദ് ഉസ്താദിന് വേണ്ടി മാത്രം ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്ന് എങ്ങനെ ലിങ്ക് വിട്ടുകൊണ്ട് മസ്ഊദ് ഉസ്താദിന്റെ പേരിൽ തഹ്ലീൽ ചൊല്ലാൻ വേണ്ടി പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് പുതിയതായി ഉണ്ടാക്കാന്നുള്ള ചർച്ചയിൽ ലിങ്ക് ഇട്ടുകൊണ്ട് ആരംഭിച്ചു. 2 ദിവസം കൊണ്ട് അത് 800-900 ആളായി മാറി. അസ്ലിയായ ഗ്രൂപ്പിൽ ഇപ്പോഴും 350 ആൾക്കാരുള്ളൂ. പക്ഷേ അവരും അവരുടെ കെയർ ഓഫിലും വന്ന ആളുകൾ 800-900. എത്ര റിക്വസ്റ്റുകൾ അതിലേക്ക് വരുന്നത് എനിക്കറിയില്ല. അങ്ങനെ റിക്വസ്റ്റ് എന്താ കാട്ടേണ്ടത്? ഓരോ ദിവസവും 25, 50, 100 ഓരോ മണിക്കൂറിൽ ഇങ്ങനെ റിക്വസ്റ്റ് വരികയാണ്. അതിൽ കയറായിട്ടാണോ കയറാൻ കയ്യായിട്ടാണോ അറിയില്ല. പേഴ്സണൽ മെസ്സേജ് ആക്കും, ഉസ്താദ് ഗ്രൂപ്പിലൊന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കതിന് സമയമില്ല. തഹ്ലീൽ പ്രഖ്യാപിച്ചു. 20 ലക്ഷം തഹ്ലീൽ കഴിഞ്ഞു, സ്റ്റോപ്പ് ഇട്ടു. വൈകുന്നേരത്തോട് 20 ലക്ഷം തഹ്ലീൽ. ആ ഒരു ഒറ്റ ഗ്രൂപ്പില് 20 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരൊറ്റ ഗ്രൂപ്പിലാണ്. അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ്, ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് നാടുകളിൽ മൂപ്പര് പോയ ഒരുപാട് സ്ഥലങ്ങളിൽ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പൊ യാസീൻ പ്രഖ്യാപിച്ചു 5, 10, 20, 5, 10, 20 യാസീൻ ഓതിയത് ഇങ്ങനെ മെസ്സേജ് വന്നു കൊടുക്കാണ്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ആകുമ്പോഴേക്ക് മഗ്‌രിബ് ആകുമ്പോഴേക്ക് 4444 യാസീൻ ഓതാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചു. 4000 അല്ല 40,000 മോളിൽ കയറുന്ന ചേച്ചിക്കപ്പം. ഇതൊക്കെ ആത്മീയമായ ഇടപാടാണ്. കാരണം മക്കളും കുടുംബവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ സങ്കടത്തിലെ വിരഹവേദനയുടെ. എല്ലാവർക്കും അറിയാം മസൂദ് ഉസ്താദ് അള്ളാഹുവിന്റെ മുമ്പിൽ വെറുതാവൂല. കാരണം പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അത് തന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വളരെ സ്നേഹസമ്പന്നമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത ക്ലാസ്. അതുകൊണ്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒരുപോലെ കണ്ണുനീരൊലിപ്പിക്കുന്നവർ, അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും. നമുക്കൊക്കെ വിളിച്ചിട്ട് എത്ര ആളുകളെ പൊട്ടിക്കരയുന്നത്. നേരിട്ടും പരിചയം ഉസ്താദേ, അദ്ദേഹത്തിന്റെ വയല് ക്ലാസ് വല്ലാത്തൊരു നഷ്ടാണല്ലോ. ഞാൻ ആ വീട്ടിൽ പോയി ജനാസ കണ്ട് ദ്വാരക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനും കരയാതിരുന്നിട്ടില്ല. ഞാൻ ചെന്ന് എൻ്റെ മുന്നെയും എൻ്റെ പിന്നെയുമുള്ള ദ്വാരുന്ന ആളുകളൊക്കെ പൊട്ടി കരഞ്ഞു വേണം. വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ നേതാക്കന്മാരൊക്കെ അവിടെ മരിച്ചു പോയിട്ടുണ്ട്. എന്നാലും നമ്മളൊക്കെ അറിവിൽ മസൂദ് ഉസ്താദിന്റെ പേരിൽ കണ്ണുനീരൊലിപ്പിച്ചതുപോലെ ഒരു മരണം നമ്മളെ ഓർമ്മയിലില്ല. ഇപ്പൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം വയല് പറയലായിരുന്നു. വരുന്നത് വയല് കഴിഞ്ഞിട്ടാണ്, ഇനി പോകാനുള്ളത് വയലാണ്. നല്ലൊരു നീയത്തിലാണ് അദ്ദേഹത്തിന് അള്ളാഹു വെറുതെ വിടൂല, ഒരു കുഴപ്പമുണ്ടാവില്ല. അള്ളാഹു അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു നമുക്കറിയാം. ഖുർആൻ മനപ്പാടമാക്കിയാൽ മണ്ണ് തൊടൂല എന്നാണ്. ഖബറിലെ മണ്ണിന് പേടിയാണ് ഖുർആൻ മനപ്പാടാക്കിയ ആളെ.
മസൂദ് സഖാഫി ആ വിഷയത്തിൽ ഭാഗ്യവാനാണ്. വെറും ഒരു ഖുർആൻ പഠിച്ച ആളല്ലല്ലോ, ഖുർആൻ പഠിച്ചു, അത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല സൗന്ദര്യത്തിൽ ഖുർആൻ ഓതുന്നു. രാത്രി മുഴുവനും പൊതുജനങ്ങളോട് ദീൻ പറഞ്ഞു കൊടുക്കുന്നു. പകലിൽ മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നു. സാധാരണ വാള് പറയുന്ന ആളുകൾ അവര് രാത്രിയുടെ ക്ഷീണം മാറ്റാൻ പകല് മുഴുവനും വിശ്രമത്തിലായിരിക്കും പലരും. മസൂദ് ഉസ്താദ് അദ്ദേഹത്തിന്റെ മുഖവും താടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ താഴെയാണ് പ്രായം കൊണ്ട്, നല്ലോണം നിറച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇല്ലാത്തതിന്റെ പേരിൽ പ്രായത്തിന്റെ ആ ഒരു നര മുഖത്ത് അനുഭവപ്പെട്ടതൊക്കെ വിശ്രമിക്കാൻ സമയമില്ലാത്തതിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഒരു കുറഞ്ഞ വയസ്സിൽ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ഒരു വലിയ ആയുസിന്റെ പണി അദ്ദേഹം ദുനിയാവിൽ തീർത്തു വെച്ചു. എത്ര ബന്ധങ്ങൾ, എത്ര സ്ഥലത്ത് അനുസ്മരണങ്ങൾ. ആ അനുസ്മരണ വേദികളിലൊന്നും കരയാതെ ആരും അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടില്ല. ഞാനിതിവിടെ പറഞ്ഞു വരുന്നത്